ഏത് സ്ട്രീമാ താല്പര്യം? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് നോക്കുന്നത്. പിന്നെ ബയോടെക്നോളജി ബയോകെമിസ്ട്രി താല്പര്യമാണ്. ഓക്കെ. അപ്പൊ ഏത് കിട്ടും? വീട്ടിനടുത്തുള്ളത് ഏതാണ്? പോയിട്ട് വരാൻ പറ്റുന്നതാണോ? പോയിട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതിനായാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി സബ്ജക്റ്റുകളൊക്കെ പാരലലി പഠിക്കാൻ പറ്റുന്നു. അപ്പം ഈ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ മേജർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് മൈനർ വേറെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? മേജറും മൈനറും ഒന്നുമല്ല. ഇഷ്ടംപോലെ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ബിടെക്കിന് ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അതിൽ മേജറും മൈനറും ഒന്നുമില്ല. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കുക. ബാക്കി വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഓപ്പൺ ഓൺലൈൻ കോഴ്സായിട്ട് ഇഷ്ടംപോലെ പഠിക്കാം. അപ്പോൾ ബയോടെക്നോളജി പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് കോളേജിൽ പോയാലേ പഠിക്കാൻ പറ്റും. അത് എവിടെ പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഫാക്കൽറ്റി നല്ലതാണോ ഓക്കെ. എനിക്കറിയില്ല ആ കോളേജിനെ കുറിച്ച്. അപ്പം എന്തിനാണ് അവിടെ പോകുന്നത്, ഏത് സബ്ജക്റ്റിനാണ്, അതിന് പോയി അതിൻ്റെ കൂടെ പാരലലി വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന കുട്ടിയാണ്. അപ്പോൾ വീട്ടിൽ കുറേ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ. അല്ല, അതിൽ ഏത് കോഴ്സാണെന്ന് തീരുമാനിച്ചിട്ടല്ലേ ഇഗ്നൂൽ എടുക്കണോ വേറെ എവിടെയെങ്കിലും എടുക്കണോ തീരുമാനിക്കാം. ആദ്യം കോഴ്സല്ലേ തീരുമാനിക്കണം. ഈ ബയോടെക്നോളജി ബിടെക്കിന് പോകുന്ന ആൾ എന്തിനാ ഇഗ്നൂല് കോഴ്സിന് ചേരുന്നത്? പിന്നെ ഇഗ്നൂല് ചെയ്തതിനാണോ ജോലി കിട്ടുക? അതെ, നോളജും നല്ലപോലെ ജനറൽ നോളജും നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത്തരം എബിലിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അതുണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. അല്ലാണ്ട് ഇഗ്നൂൾ ചെയ്തുകൊണ്ട് ഇപ്പം എന്താ ഗുണം? വേറൊന്നും പഠിക്കാൻ കിട്ടാത്തവർക്കും വേറൊരു പരിപാടിക്കും പോകാൻ പറ്റാത്തവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ കോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാമാണ് ഇഗ്നൂ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമോ നിങ്ങൾ ഹൈ ക്വാളിഫിക്കേഷൻ തരുന്ന പരിപാടിയൊന്നുമല്ല. ഗ്രാജുവേഷൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തവർ ചേരേണ്ടതാണ് ഇത്തരം കോഴ്സുകൾ. അത് ഓൾറെഡി ബിടെക്കിന് ചേരുന്ന ഒരാൾക്ക് അതിന് ഡിമാൻഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇഗ്നൂല് ഡിമാൻഡ് ഉണ്ടാവും. ഇതൊക്കെ ആരാ സജസ്റ്റ് ചെയ്യണേ? ആരാ ഇങ്ങനെ അഡ്വൈസ് ചെയ്യണേ? അത് പോയി ചേരുക. ബാക്കി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. ജോലി ഏത് പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് ജോലി കിട്ടുന്നവർക്ക് കിട്ടുന്ന ജോലി ആർക്കും കിട്ടും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോഗ്രാമിംഗ് ഒക്കെ അറിയണം. അത് അറിയണമെങ്കിൽ പാരലലി പഠിക്കുക. ഇഗ്നൂൽ എന്ത് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല. അത് ആര് സജസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് വേറൊന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ടോ വേറൊരു കോഴ്സിന് പോവാത്തതുകൊണ്ടോ ആയിരിക്കും അത് പഠിക്കണ്ടാവും. അയാൾ വേറെ എവിടെയെങ്കിലും പഠിക്കണ്ടോ? അതെ, BCAയും BA ഇംഗ്ലീഷും ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. BCA എന്ന് പറയുന്നത് ബിടെക് ബയോടെക്നോളജിക്ക് ഇക്വലന്റ് ആവും. BCA എന്ന് പറയുന്നത് വേറൊരു ബാച്ചിലർ. BCA കഴിഞ്ഞാലും ജോലി കിട്ടില്ല, BA ഇംഗ്ലീഷ് കഴിഞ്ഞാലും ജോലി കിട്ടില്ല. അതൊരു ഗ്രാജുവേഷന് വേണ്ടിയിട്ട് വെറുതെ എടുക്കുന്നു എന്ന് മാത്രം. ഈ എന്ത് ചെയ്താലും, ഈ BCA ചെയ്താലും BA ഇംഗ്ലീഷ് ചെയ്താലും ബയോടെക്നോളജി ചെയ്താലും ജോലി കിട്ടണമെങ്കിൽ ബാക്കിയുള്ള എക്സ്ട്രാ സോഫ്റ്റ് സ്കില്ലും ലൈഫ് സ്കില്ലും ജനറൽ നോളജും ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എബിലിറ്റിയും ഡാറ്റ അനാലിസിസും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, ഇതൊക്കെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം.
അത് വേണമെങ്കിൽ ഇതൊന്നും കോളേജിൽ കിട്ടുന്നതല്ല. അത് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു കോഴ്സ് മതി ബയോടെക്നോളജി. അല്ലാണ്ട് 2-3 പാരലൽ കോഴ്സൊക്കെ ചെയ്താൽ എവിടെയാ ഇതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താലും സീരിയസ് ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ബാക്കിയുള്ള കോഴ്സുകൾ താല്പര്യമുള്ളതിൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സായിട്ട് ചെയ്യാം. ഇപ്പം BA ഇംഗ്ലീഷിന് ഇഗ്നൂവിൽ ചേരുന്നതിന് വിരോധമൊന്നുമില്ല. അത് ആർക്ക് വേണമെങ്കിലും എഴുതിയിട്ട് പാസ്സാവാൻ പറ്റുന്നതാണ്. ഒരു 2 ആഴ്ച പഠിച്ചാൽ BA ഇംഗ്ലീഷ് പാസ്സാവും. അപ്പം അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ബയോടെക്നോളജിയിൽ ജോലി കിട്ടാത്തതുകൊണ്ട് ഇഗ്നൂവിൽ ജോലി കിട്ടുന്നൊരു കോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത്. കാരണം ബയോടെക്നോളജിക്ക് ജോലി കിട്ടാത്ത ഒരാൾക്ക് ഇഗ്നൂവിൽ ചെയ്തിട്ടൊരു കോഴ്സിന് ജോലി കിട്ടും എന്ന് പറയുന്നത് മണ്ടത്തരാണ്. അതുകൊണ്ട് പറഞ്ഞത്. ഞാനും ഒരു ഇഗ്നോവിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇഗ്നോവിനോട് വിരോധമുള്ളതുകൊണ്ടല്ല പറഞ്ഞത്. അതൊരു എക്സ്ട്രാ ഒരു മൈലേജ് ഒരു കോഴ്സ് വെറുതെ എഴുതിയെടുക്കണമെങ്കിൽ അത് കൊള്ളാം. നാളെ എന്തെങ്കിലും ക്രെഡിറ്റ് ഒക്കെ പറ്റും. അത് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഒരു എക്സ്ട്രാ കോഴ്സ് കയ്യിലിരിക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ജോലിക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി കുറേ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാണ് നല്ലതെന്ന് പറഞ്ഞത്.